ശ്രീമന്നാരായണീയം ദശകം 19 പ്രജേതസ്സുകളുടെ കഥ. ശ്ലോകം 10. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അവാപ്യ ദക്ഷം ച സുതം കൃതാധ്വര പ്രചേതസോ നാരദലബ്ധയാ ധിയാ അവാപുരാനന്ദപദം തഥാ വിധസ്ത്വമീശ പാദാലയനാഥ പാഹി മാം. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, പ്രചേതസ്സുകൾ തപസ്സെല്ലാം നിർത്തി വെള്ളത്തിൽ നിന്നും പൊങ്ങി വന്ന് നോക്കുമ്പോൾ നാഥനില്ലാത്ത ആ ഭൂമി, ഭരിക്കുവാൻ ആരുമില്ലാതിരുന്ന ആ ഭൂമി മുഴുവനും കാട് വന്ന് മൂടിയിരിക്കുന്നത് കണ്ട് അവർക്ക് ഭയങ്കര കോപമുണ്ടായി. അവര് ആ കാടിനെ ദഹിപ്പിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ബ്രഹ്മാവ് വന്നത് തടയുകയും ചെയ്തു. ബാക്കിയുള്ള മരങ്ങൾ, കത്തിത്തീരാത്ത ബാക്കിയുള്ള മരങ്ങളെല്ലാം അവരുടെ ആ മാരിഷ എന്ന പുത്രിയെ പ്രജേതസ്സുകൾക്ക് വിവാഹം കഴിച്ച് കൊടുത്തു. ഭഗവാൻ അനുഗ്രഹിച്ച അത്രയും കാലം 10 ലക്ഷം സംവത്സരം അവര് സുഖമായിട്ട് മാരിഷയോടുകൂടി കഴിഞ്ഞുകൂടി. ഇനി പ്രജേതസ്സുകൾക്ക് പുത്രനുണ്ടാകുന്നതും അവർക്ക് മുക്തി കിട്ടുന്നതും അതിനെക്കുറിച്ചാണ് പറയുന്നത്. പ്രജേതസ്സുകൾ ദക്ഷം സുതം അവാപ്യ. ദക്ഷൻ എന്ന സുതം പുത്രനെ അവാപ്യ ലഭിച്ചതിന് ശേഷം, അവർക്ക് ദക്ഷൻ എന്ന് പേരുള്ള ആ പുത്രൻ ഉണ്ടായതിനു ശേഷം കൃത അധ്വര, കൃത ചെയ്ത്, ഇവിടെ അധ്വരം എന്ന് പറഞ്ഞാൽ ഇവിടെ യാഗമാണ്, അവിടെ യാഗങ്ങൾ, കൃതാധ്വര യാഗങ്ങൾ ചെയ്ത് നാരദലബ്ധയ, നാരദനിൽ നിന്ന് ലബ്ധയ കിട്ടിയ ധിയ വിജ്ഞാനത്താൽ അറിവിനാൽ ആനന്ദപദം, ആനന്ദപദം എന്ന് പറഞ്ഞാൽ ഇവിടെ മോക്ഷം, ആ മോക്ഷം അവാപുച പ്രാപിക്കുകയും ചെയ്തു. ബ്രഹ്മസൂത്രം എന്ന യാഗം അവരനുഷ്ഠിച്ചു. അങ്ങനെ പല യാഗങ്ങളും അവർ ചെയ്തു. നാരദനിൽ നിന്ന് അവർക്ക് അറിവ് ലഭിക്കുകയും ചെയ്തു. ഇവരുടെ ആ 10 ലക്ഷം സംവത്സരം സുഖമായിട്ട് അവര് കഴിഞ്ഞുകൂടി. അതിനുശേഷമാണ് അവർക്ക് ദക്ഷൻ എന്നൊരു പുത്രനുണ്ടായത്. ദക്ഷന് യൗവനമായപ്പോൾ ആ പുത്രനെ ഭാര്യയുടെ സംരക്ഷണം ഏൽപ്പിച്ച ശേഷം അവർ സന്യസിച്ചു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞാണ് ഇവിടെ ബ്രഹ്മസൂത്രം എന്ന യാഗം നടത്തിയത്. അതിൻ്റെ അവസാനത്തിൽ ബ്രഹ്മസത്രം എന്നും പറയുന്നുണ്ട്, രണ്ടു തരത്തിലും പറയുന്നുണ്ടത്. നാരദനിൽ നിന്ന് അധ്യാത്മജ്ഞാനം, അറിവ് കിട്ടിയതിൻ്റെ അവസാനത്തിൽ പിന്നീട് അവർ മുക്തി പ്രാപിക്കുകയും ചെയ്തു. ഈശ ഭഗവാനെ വാതാലയനാഥ ഗുരുവായൂരപ്പ തഥാവിധ അപ്രകാരമുള്ള ത്വം നിന്തിരുവടി മാം പാഹി, എന്നെ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ദശകം അവസാനിക്കുകയാണ്. ശ്രീ ഗുരുവായൂരപ്പ ശരണം.